സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ കോട്ടയത്താണ്. കൃത്യമായി പറഞ്ഞാൽ കോട്ടയം കുടമാളൂരിൽ ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിലാണ്. നമ്മൾ ജന്മഗൃഹത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. കോട്ടയം പട്ടണത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാറിയുള്ള അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നു വരുന്നത്. അൽഫോൻസാമ്മ ജനിച്ച് വളർന്ന വീടാണ് വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നത്. നമ്മൾ അൽഫോൻസാമ്മയുടെ ജന്മഗൃഹമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മനോഹരമായ നിർമ്മിതി. ജന്മഗൃഹത്തോട് ചേർന്ന് തന്നെ വളരെ സുന്ദരമായ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളിതിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഈ ചാപ്പലിൻ്റെ വലതുവശത്തായി അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ശിലാഫലകം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. 1910 ജനിച്ച അൽഫോൻസാമ്മ 1910 ജ്ഞാനസ്നാനം സ്വീകരിച്ചത് തൊട്ടടുത്തുള്ള കുടമാളൂർ ദേവാലയത്തിലാണ്. അതിനുശേഷം അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ ചടങ്ങുകളെക്കുറിച്ചുള്ള വളരെ കൃത്യമായ വിവരണം ഈ ശിലാഫലകത്തിൽ നമുക്ക് കാണാം. വാഴ്ത്തപ്പെട്ട അൽഫോൻസാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത് 2008 ഒക്ടോബർ മാസം 12 നമ്മൾ കാഴ്ചകൾ കണ്ടിട്ട് നമ്മളതിന് തൊട്ടടുത്തുള്ള ദേവാലയത്തിനുള്ളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് അൽഫോൻസാ ഗ്രഹത്തോട് ചേർന്നുള്ള ഈ ദേവാലയം. സുന്ദരമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തോട് ചേർന്നുള്ള ചാപ്പലിനുള്ളിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തോട് ചേർന്നുള്ള അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിന് സമീപത്തുള്ള ചാപ്പലാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വളരെ സുന്ദരമായ രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചാപ്പലാണ്. ഭാരതത്തിലെ പ്രമുഖ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഈ സംവിധാനത്തിൻ്റെ, ഈ മഠത്തിൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെയും സുപ്പീരിയർ എൻ്റെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള സിസ്റ്റർ എലൈസ് മേരി FCC ആണ് ഇപ്പോൾ നാം കാണുന്നത്. ഒന്ന് വിശ്വസിയായിരിക്കട്ടെ. വളരെ ആദൃശ്യമായിട്ടാണ് ജന്മഗൃഹത്തിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് അമ്മയ്ക്ക് ചുമതലയുണ്ടെന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ജന്മഗൃഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഇതെന്നാണ് സ്ഥാപിതമായി. ഇന്ന് ജയൻ ഇവിടെ എത്തിയത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വിശുദ്ധ അൽഫോൻസാമ്മ സ്വർഗപ്രാപ്തിയായിട്ട് ഇന്ന് 80 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ഞങ്ങൾ ഫ്രാൻസിസ്കൻ ക്ലാരസ് സഭയിലെ അംഗങ്ങളാണ്. ഞങ്ങളുടെ സഭയുടെ സ്വർഗീയ മധ്യസ്ഥൻ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. നമുക്കറിയാം, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സ്വർഗത്തിലേക്ക് പോയിട്ട് ഇത് 800-ാം വർഷമാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ലിയോ 14 മാർപ്പാപ്പ ഈ വർഷം ഫ്രാൻസിസ്കൻ ഇയറായിട്ട്, ജൂബിലി ഇയറായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അപ്പോൾ അസിസി പുണ്യവാൻ്റെ സ്വർഗപ്രാപ്തിയുടെ 800 വർഷവും അൽഫോൻസാമ്മ സ്വർഗപ്രാപ്തിയായിട്ട് 80 വർഷവും അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മറ്റൊരു പ്രത്യേകതയുണ്ട്. അൽഫോൻസാമ്മയുടെ ജന്മഗൃഹമാണ് ഇത്. ഈ ഭവനത്തിൽ നിന്നാണ് അൽഫോൻസാമ്മ സന്യാസാർത്ഥിനിയായിട്ട് ക്ലാരസഭയിലേക്ക് പോകുന്നത്. അത് 100 വർഷം. 1910 അൽഫോൻസാമ്മ ജനിക്കുന്നു. 1927 17ാമത്തെ വയസ്സിൽ ഭരണങ്ങാനം ക്ലാര മഠത്തിലേക്ക് അർത്ഥിനിയായിട്ട് പോകുന്നു. ഈ 2027 മെയ് മാസത്തിൽ അൽഫോൻസാമ്മ സന്യാസാർത്ഥിനിയായി ക്ലാരസഭയിൽ ഒരംഗമായി ചേർന്നിട്ട് 100 വർഷം പൂർത്തിയാവുകയാണ്. ഇനി മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ വർഷം അൽഫോൻസാമ്മയുടെ 116ാമത് ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ദൈവികമായ ഒരു നല്ല ദിവസമാണ് ജയൻ ഈ ഭവനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ജയന് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഉള്ളിലേക്ക് കയറിയാൽ അൽഫോൻസാമ്മയുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. വരൂ, ജനിച്ച സ്ഥലമാണ്. വരൂ. ജന്മഗ്രഹത്തിലെ അതെ, അൽഫോൻസാമ്മയുടെ ജന്മഗ്രഹത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് അൽഫോൻസാമ്മയുടെ ജന്മഗ്രഹത്തിൻ്റെ മുൻപിലാണ്. എഴുതിയിരിക്കുന്നത് കണ്ടോ, ജന്മഗ്രഹം. ഈ വാതിൽ, ഈ വീട് അൽഫോൻസാമ്മയുടെ പിച്ചാച്ചൻ പണി കഴിപ്പിച്ചതാണ്. അൽഫോൻസാമ്മയുടെ ഇച്ചാച്ചനും ഇച്ചാച്ചൻ്റെ അനുജനുമാണ് ഇത്. ഇവർ ചെമ്പകശ്ശേരി രാജാവിൻ്റെ കൊട്ടാരത്തിലെ വൈദ്യന്മാരായിരുന്നു അൽഫോൻസാമ്മയുടെ അച്ചാച്ചൻ്റെയൊക്കെ പൂർവികർ. അപ്പോൾ ആ ഒരു വൈദ്യ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ് അൽഫോൻസാമ്മയും. അൽഫോൻസാമ്മയുടെ അച്ചാച്ചനെ എല്ലാവരും വിളിച്ചിരുന്നത് കുട്ടൻ വൈദ്യൻ എന്നാണ്. അച്ചാച്ചൻ്റെ സഹോദരനെ ചാക്കോ വൈദ്യൻ, മുട്ടത്തുപാടം. രാജകുടുംബത്തിന്റെ ഔദ്യോഗികമായ വൈദ്യന്മാരായിരുന്നു ഇവരുടെ പൂർവികര്. അൽഫോൻസാമ്മ ജനിച്ച വീടിന്റെ ഉള്ളിലാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതെ, ഒരു പഴയ കാലത്തെ ഒരു അറയും നിരയുമുള്ള ഒരു വീടാണ്. വളരെ മനോഹരമായ രീതിയിൽ ഈ മുറിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ മുറിക്ക് ആ കാണുന്നത് സാധാരണ ജനലല്ല, മടക്കുപടി എന്നാണ് പണ്ട് അത് അറിയപ്പെട്ടിരുന്നത്. മേശ വിത്ത് ജനൽ. അപ്പോഴവിടെ ഒരു മേശ നിവർത്തി വെച്ചാൽ അവിടെ ആളുകൾക്ക് കിടക്കാം, ഭക്ഷണം കഴിക്കാം, ഇരുന്ന് എഴുതാം. അങ്ങനെ ഒരു മേശ അതിന്മേലുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ അൽഫോൻസാമ്മയുടെ അച്ചാച്ചൻ ആ മടക്കുപടിയുടെ മേശമേൽ കിടക്കും. ഇവിടെ താഴെ പായ വിരിച്ച് അൽഫോൻസാമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകള്, നമുക്കറിയാം അൽഫോൻസാമ്മയ്ക്ക് 2 ചേച്ചിമാരുണ്ടായിരുന്നത്. അതിലൊരാൾ വിവാഹിതയായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ഇളയ മകളാണ് തെറമ്മ. അപ്പോൾ തെറമ്മയ്ക്കൊരു 11 വയസ്സ്. ഇനി ആ അത്ഭുതത്തിനൊരു പ്രത്യേകതയുണ്ട്. അൽഫോൻസാമ്മ 1946 മരിക്കുന്നു. അൽഫോൻസാമ്മയുടെ ഇച്ചാച്ചൻ മരിക്കുന്നത് 1951. അപ്പോൾ ഈ കാലയളവിനുള്ളിലാണ് ഇവിടെ ഒരു അത്ഭുതം നടക്കുന്നത്. അൽഫോൻസാമ്മ മരിച്ചതിന് ശേഷം അച്ചാച്ചൻ മരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അച്ചാച്ചൻ വൈകിട്ട് ആ മേശമേൽ കിടക്കുന്നു. കുഞ്ഞ് ഇവിടെ പായ വിരിച്ച് ഇവിടെ ഉറങ്ങാൻ കിടക്കുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാലയിൽ കരപ്പൻ എന്ന് പറയുന്നൊരു രോഗം വന്ന സമയമായിരുന്നു. ഇവർ ചികിത്സിക്കുന്നുണ്ട്, എങ്കിലും കുഞ്ഞിന് വേദനയുണ്ട്. അപ്പോൾ രാത്രിയിൽ കുഞ്ഞ് അൽഫോൻസാമ്മ അടുത്ത് വന്നതായിട്ട് സ്വപ്നം കണ്ടു. അൽഫോൻസാമ്മയെ കൊച്ചമ്മയെന്നാണ് വിളിച്ചിരുന്നത്. കൊച്ചമ്മ, എൻ്റെ കാലിന് വേദനയാണ് എന്ന് അൽഫോൻസാമ്മയോട് സങ്കടം പറഞ്ഞു. അൽഫോൻസാമ്മ കുഞ്ഞിൻ്റെ അടുപ്പിന് താഴെ ഇരുന്നിട്ട് ആ കുഞ്ഞിൻ്റെ കാലെടുത്ത് ഊതി കൊടുക്കുന്നു, ആശ്വാസം. പിന്നീട് തെറമ്മയും അൽഫോൻസാമ്മയും കൂടെ സംസാരിക്കുന്നത് അച്ചാച്ചൻ ഈ മേശമേൽ കിടന്നുകൊണ്ട് കേൾക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തെറമ്മ അൽഫോൻസാമ്മയോട് പറയുന്നത്, കൊച്ചമ്മ ഞാൻ വിളക്ക് കത്തിക്കട്ടെ? അപ്പോൾ അൽഫോൻസാമ്മ പറഞ്ഞു, വേണ്ട, ഞാൻ പോവുകയാണ്. കുഞ്ഞിൻ്റെ സംസാരമല്ല നിന്ന് കഴിഞ്ഞപ്പോൾ അച്ചാച്ചൻ ചോദിച്ചു, മോൾ ആരോടാ വർത്തമാനം പറഞ്ഞിരുന്നത്?
അത് അച്ചാച്ച കൊച്ചമ്മ എന്നെ കാണാൻ വന്ന് ഈ കഥകളെല്ലാം പറഞ്ഞു. ഇവർ നേരം എടുത്ത് നോക്കുമ്പോൾ ആ വെള്ളം ഒലിച്ചിരുന്ന കാല് മെല്ലെ ഉണങ്ങി തുടങ്ങി. അപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് ആ കാല് പിന്നെ സുഖപ്പെട്ടു എന്നാണ്. ഇത് അതായത് അച്ചാച്ചൻ ജീവിച്ചിരിക്കെ, അൽഫോൻസാമ്മ മരിച്ചതിന് ശേഷം അച്ചാച്ചൻ ജീവിച്ചിരിക്കെ ഇവരുടെ വീട്ടിൽ തന്നെ ഒരു അത്ഭുതം നടന്നു. ഈ മുറിക്കും ഒരു പ്രത്യേകതയുണ്ട്. കണ്ടോ, ഇത് ചാണകം മെഴുകിയിരിക്കുകയാണ്. ഈ പഴയ കാലത്ത് ചാണകം മെഴുകിയിരിക്കുന്ന ഒരു പെരയാണ് ഇത്. ആ കാലത്ത് നമ്മൾ 50 വർഷം മുമ്പ് ഈ വീട് ഏറ്റുവാങ്ങുമ്പോൾ അന്നൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകൾ ചാണകം മെഴുകുന്നതായിരുന്നു. അപ്പോൾ ഈ വീടിങ്ങനെ ഏറ്റുവാങ്ങിയിട്ട് സിസ്റ്റേഴ്സ് ബാക്കി എല്ലാവരും സിമെന്റ് ഇട്ടപ്പോൾ ഒരു മുറി ഇങ്ങനെ സൂക്ഷിച്ചു. കാരണം അൽഫോൻസാമ്മയുടെ വീട് ഇങ്ങനെ ആയിരുന്നു എന്ന് പിൽക്കാല തലമുറയ്ക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് ഈ മുറിയിൽ ഞങ്ങൾ ആരുമല്ല ചാണകം മെഴുകുന്നത്. ഓരോരോ പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ട് വരുന്നവർ ചാണകം കൊണ്ടുവന്ന് ഇവിടെ മെഴുകുന്നു. അവരുടെ പ്രാർത്ഥനകൾക്ക് അൽഫോൻസാമ്മയുടെ മധ്യസ്ഥം കിട്ടുന്നു, സഹായം കിട്ടുന്നു, കാര്യങ്ങൾ സാധിക്കുന്നു. ഇത് നമ്മുടെ പഴയ വീടുകളിലെ പത്തായം, അൽഫോൻസാമ്മയുടെ വീട്ടിലെ പത്തായമായിരുന്നു ഇത്. ഇതിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ വാതിൽ കണ്ടോ, നമ്മുടെ ചിത്രത്താഴിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ഈ വീടിൻ്റെ അത്രയും, അത് അൽഫോൻസാമ്മ, ഇപ്പം അൽഫോൻസാമ്മയ്ക്ക് 116 വയസ്സ്. അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപായിരിക്കാം ഈ ഭവനം പണിതത്. അതാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് മാറുമ്പോൾ അൽഫോൻസാമ്മ കിടന്ന കട്ടിൽ, ജനിച്ച മുറി, ഈ കട്ടിലിൽ വന്ന് നമ്മൾ ആളുകൾ ധാരാളമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അവർ ശരിക്കും എനിക്കൊക്കെ അത് പലപ്പോഴും കരയുന്ന അത്രയും സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം ആളുകൾ ഈ കട്ടിലിന്മേലേക്ക് ചാഞ്ഞ് മുട്ടുകുത്തി ഒരമ്മയുടെ മടിത്തട്ടിൽ എന്നവണ്ണം തല ചായ്ച്ച് പ്രാർത്ഥിച്ച് എണീറ്റ് പോകുന്ന ദൃശ്യങ്ങൾ എത്രയോ തവണ കണ്ടിരിക്കുന്നു. ഒരുപാട് പേരുടെ പ്രാർത്ഥനകളും കണ്ണുനീരും ഒഴുകി ഇറങ്ങുന്ന ഒരു കട്ടിലാണ് ഇത്. ഒരു വിശുദ്ധ കിടന്ന കട്ടിലാകുമ്പോൾ അതും ഒരു ദിവ്യശക്തിയുള്ള കാര്യമാണ്. എന്താ ഈ ഫോട്ടോ കണ്ടോ? ഇത് അൽഫോൻസാമ്മയുടെ മരണത്തിന് ശേഷം മൃതസംസ്കാരത്തിന് മുൻപായിട്ട് ഭരണങ്ങാനം പള്ളിയുടെ പുറത്ത് വെച്ച് എടുത്ത ഫോട്ടോയാണ്. ഈ കുട്ടിയാണ് തെറമ്മ. അന്നത്തെ ശവസംസ്കാര കർമ്മങ്ങളിൽ പങ്കെടുത്തവർ. അൽഫോൻസാമ്മയുടെ ചാച്ചൻ, ജ്യേഷ്ഠ സഹോദരി, ഈ വീട്ടിൽ താമസിച്ചിരുന്നയാൾ, തെറമ്മയുടെ അമ്മ, 2 ബന്ധുക്കൾ. വിശുദ്ധ അൽഫോൻസാമ്മ ഉപയോഗിച്ചിരുന്ന കട്ടിലാണ്. അതാണ് ബഹുമാനപ്പെട്ട സുപ്പീരിയർ സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞത്. വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു സാഹചര്യമാണ് ഈ മുറിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത്. ഒരു വിശുദ്ധ ജീവിച്ച ഇടമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ സൗന്ദര്യവും അനുഗ്രഹവും നമുക്കും യഥാർത്ഥത്തിൽ ഇപ്പോഴും മനസ്സിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ അൽഫോൻസാമ്മയുടെ ജന്മഗ്രഹത്തിനുള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ പൗരാണികമായിട്ടുള്ള നിർമ്മിതിയിൽ ആ ഒരു എഞ്ചിനീയറിംഗിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഈ വീട് പണിതിരുന്നത്. അതിൻ്റെ സൗന്ദര്യമൊക്കെ കൃത്യമായ രീതിയിൽ കാണത്തക്ക തരത്തിൽ തന്നെയാണ് അൽഫോൻസാമ്മയുടെ വീട് ഇപ്പോഴും ഈ രീതിയിൽ സംരക്ഷിക്കുന്നത്. ഈ രീതിയിൽ ഇതിനെ സംരക്ഷിക്കാനായിട്ട് ഇങ്ങനെ എന്താണ് ഈ സഭയെ പ്രേരിപ്പിച്ചൊരു ഘടകം എന്ന് പറയുന്നത്? അൽഫോൻസാമ്മ 1946, ഞങ്ങളുടെ സഭ തുടങ്ങുന്നത് 1888 എന്നാൽ അൽഫോൻസാമ്മ 46 കടന്നു പോകുമ്പോൾ സഭാംഗങ്ങൾക്കും അറിയാമായിരുന്നു, പുറത്തുള്ളവർക്കും അറിയാമായിരുന്നു ഒരു വിശുദ്ധയാണ് കടന്നു പോകുന്നത് എന്ന്. കാരണം അന്ന് മൃതസംസ്കാര വേളയിൽ അൽഫോൻസാമ്മയുടെ ഗുരുവചൻ, ആത്മീയോപദേഷ്ടാവ് പറയുന്നൊരു വാചകമുണ്ടല്ലോ, ഒരു വിശുദ്ധയാണ് കടന്നു പോകുന്നത് എന്ന്. അല്ലെങ്കിൽ ഭരണജ്ഞാനം ഭാരതത്തിലെ മറ്റൊരു ലിസ്യു ആയി മാറുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ ഭവനം വിശുദ്ധയുടെ ജന്മഗൃഹം എന്നുള്ള നിലയിൽ ക്ലാരസഭയ്ക്ക് തന്നെയാണ് കിട്ടേണ്ടത് എന്ന് സ്വന്തമാക്കേണ്ടതെന്ന് അറിയാമായിരുന്നു. അങ്ങനെ വീട്ടുകാർ അത് നമുക്ക് തരികയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ജന്മഗൃഹത്തിൻ്റെ മുകളിലാണ് ഈ ഒരു ദേവാലയം
അല്ല, വിട്ടാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെപ്പറേറ്റ് ആണ്. ഇത് ഉള്ളിൽ കാണുന്നത് അൽഫോൻസാമ്മയുടെ വീടിന്റെ ഉൾപ്രദേശമാണ്. ഇനി ഈ വരാന്തയ്ക്ക് പുറത്തേക്ക് അവർക്ക് മുറികളുണ്ടായിരുന്നു. അടുക്കളയും പഴയ വീടിന് അടുക്കളയും പിന്നെ സാധനങ്ങൾ വെക്കുന്ന മുറികളും ഒക്കെ ആയിട്ട്. അതാണ് ഇപ്പോഴും മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത്. നമ്മുടെ കുടമാളൂർ അൽഫോൻസ ജന്മഗ്രഹത്തിലേക്ക് എത്തിയാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രത്യേക ചുറ്റുപാടുകൾ അൽഫോൻസാമ്മയുടെ ജന്മഗ്രഹത്തിന് ചുറ്റുവട്ടത്തായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുമ്പോൾ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഒരു നാലുകെട്ട് എന്ന് പറയത്തക്ക തരത്തിൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു നിർമ്മിതിയുണ്ട്. നമ്മുടെ ഇതിൻ്റെ ഭിത്തികളെല്ലാം അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാൽ അലങ്കൃതമാണ്. അൽഫോൻസാമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് അവയെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഭിത്തികളിലെല്ലാം വ്യത്യസ്തങ്ങളായ ഭിത്തികളിൽ ആ ഭാഗം മുതൽ ഇങ്ങോട്ട് അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഒരു കൈക്കുഞ്ഞായിട്ട് പിറക്കുന്നത്, പിന്നീട് അമ്മ മരിക്കുന്നു, വല്യമ്മച്ചിയുടെയും പിതാവിൻ്റെയും സഹോദരിമാരുടെയും സ്നേഹത്തിൽ വളരുന്നു. പിന്നെ ഇടയ്ക്ക് മുട്ടുചിറയിൽ, അതായത് അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഭവനത്തിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെയുമായിട്ടാണ് അൽഫോൻസാമ്മ വളരുന്നത്. നമ്മുടെ ഇതിനുള്ളിലേക്ക് കയറിയാൽ ഇതിൻ്റെ വശങ്ങളിലെല്ലാം ഭിത്തികളിലെല്ലാം മനോഹരമായ ദൃശ്യങ്ങൾ കാണുന്നു. അൽഫോൻസാമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇതെല്ലാം. അതെ, അൽഫോൻസാമ്മ മാമോദിസ മുങ്ങിയത് കുടമാളൂർ പള്ളിയിലാണ്. അതായത് സെൻറ്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് എന്ന് നമ്മൾ പറയുന്ന കുടമാളൂർ പള്ളി അൽഫോൻസാമ്മയുടെ ഇടവക ദേവാലയമാണ്. ജ്ഞാനസ്നാനവും ആദ്യ കുർബാന സ്വീകരണവും ഈ പള്ളിയിലായിരുന്നു, കുടമാളൂർ പള്ളിയിൽ. ഇതൊരു നല്ല ദൃശ്യമാണ്. കാരണം ഇവിടെ അൽഫോൻസാമ്മയുടെ ചാച്ചൻ്റെ അമ്മയുണ്ടായിരുന്നു, വല്യമ്മച്ചി. ഈ വല്യമ്മച്ചി ഈ ചെറുമകളുടെ വളർച്ചയിൽ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. ഈശോയുടെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും സതുപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്ത് അൽഫോൻസാമ്മയുടെ വളർച്ചയിൽ വല്യമ്മച്ചിയുടെ സ്ഥാനം വളരെ വലുതാണ്. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ തലമുറകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതും ഈ ഒരു ഭാഗ്യമായിരിക്കാം. ഇങ്ങനെ കഥ പറയുന്ന വല്യമ്മച്ചിമാരും ചെറിയ മക്കളെ മടിയിൽ ചേർത്ത് പിടിച്ചിരുത്തി ധാർമ്മികമായിട്ടും മതപരമായിട്ടും പിള്ളേരെ വളർത്തിയെടുക്കുന്ന അമ്മമാർ ഇന്ന് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അമ്മമാരെ നമ്മൾ എങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ളത്. ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് മുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിക്കുവാൻ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മൾ കാണുന്നു ഒരു പനയിൽ ചാരിയിരുന്ന് പുസ്തകം വായിക്കുന്ന അൽഫോൻസാമ്മ. ഒരു ചെറിയ പന അവിടെ നിൽക്കുന്നു, അത് കുടപ്പനയാണ്. നമ്മുടെ ചാപ്പലിൻ്റെ വലിയ അൾത്താരയുടെ പുറകിൽ നിത്യാരാധന ചാപ്പലുണ്ട്. അവിടെ ഭിത്തിയിൽ സക്രാരി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇവരുടെ പറമ്പിൻ്റെ അതിരാണ് ഏകദേശം അവിടെയാണ് ആ പന നിന്നിരുന്നത്. അപ്പം അതുകൊണ്ട് പന നിന്നിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ സക്രാരി വെച്ചിരിക്കുന്നത്. അതെ, അപ്പം അത് കൃത്യമായിട്ട് അറിയാമായിരുന്ന ആന്റണി കളേശങ്കളോച്ചനാണ് ഈ മഠവും ഈ ചാപ്പലും ഒക്കെ പണിയുന്ന സമയത്ത് കുടമാളൂർ പള്ളിയിലെ വികാരി. അച്ഛന് ഈ ചരിത്രം നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ട് അച്ഛനാണ് അതങ്ങനെ ക്രമീകരിച്ച് അവിടെ സക്രാരി വെച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. അപ്പം അതിന് പ്രത്യേകതയുണ്ട്. ഒരു പെൺകുട്ടി 17 വയസ്സ് വരെ ജീവിച്ച ഒരു വീട്, അവരുടെ വീടിൻ്റെ പറമ്പിൽ നിൽക്കുന്ന ഒരു പനയുടെ ചോട്ടിൽ പോയിരുന്ന്, അന്ന് നമുക്കറിയാം ബൈബിളൊന്നും അങ്ങനെ എല്ലാവർക്കും ഇല്ല. ബൈബിൾ കഥകളും വിശുദ്ധരുടെ ജീവചരിത്രവും ഒക്കെ ഈ വീട്ടിൽ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുവച്ച് വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അത് ദൈവത്തോട് വർത്തമാനം പറയാൻ അൽഫോൻസാമ്മ പഠിച്ചത് അങ്ങനെയാണ്. അൽഫോൻസാമ്മയുടെ പിൽക്കാല ജീവിതം നമുക്കറിയാം. ആരോടും ഒരു പരിഭവമില്ല, പരാതിയില്ല, എല്ലായ്പ്പോഴും സന്തോഷം മാത്രം. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം അൽഫോൻസാമ്മ വളർത്തിയെടുത്തത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവം അതിന് പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിന് ഈ വിശുദ്ധ അൽഫോൻസാമ്മയെ നൽകിയത്, ഓരോ കാലഘട്ടത്തിനും അതിനാവശ്യമുള്ള വിശുദ്ധരെയാണ് ദൈവം അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ ജീവിത സാധാരണമായ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ,
നിരാശകൾ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് സ്വീകരിക്കേണ്ടത്, ഇതാണ് അൽഫോൻസാമ നമുക്ക് കാണിച്ചു തരുന്നത്, അൽഫോൻസാമയുടെ ജീവിതം കാണിച്ചു തരുന്നത്. അതെ, നമുക്കറിയാം കന്യകാലയത്തിൻ്റെ 36 വയസ്സിൽ കടന്നുപോയ ഒരാളാണ്. ടീച്ചർ ട്രെയിനിങ് കഴിഞ്ഞ് 1 കൊല്ലം അധ്യാപികയായി ജീവിച്ചയാളാണ്, പഠിപ്പിച്ചയാളാണ്. ആടാനും പാടാനും പ്രസംഗിക്കാനും എഴുതാനും ഒക്കെ നല്ല കഴിവുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കാൻ കാര്യമായ അവസരം കിട്ടാതെ ആവൃത്തിക്കുള്ളിൽ ഒരു രോഗിയായിട്ട് കഴിഞ്ഞ് 36-ാമത്തെ വയസ്സിൽ കടന്നു പോകുമ്പോൾ അവൾ എങ്ങനെ വിശുദ്ധിയായി? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജീവിതത്തിൽ അനുദിനം ഓരോ നിമിഷവും വരുന്ന എല്ലാ അനുഭവങ്ങളെയും, അതായത് പ്രസന്റ് മോമെന്റിൽ ജീവിക്കുക എന്ന് നമ്മൾ ഇന്ന് പറയാറുണ്ട്. ഇത് തന്നെയാണ് ഓരോ നിമിഷവും സംഭവിക്കുന്ന കാര്യങ്ങളിൽ ദൈവഹിതം എന്തെന്നറിയുക, അത് ജീവിക്കുക. അതിനപ്പുറത്തേക്ക് അൽഫോൻസാമയ്ക്ക് മറ്റൊരു ലക്ഷ്യമില്ലായിരുന്നു. എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. അൽഫോൻസാമ്മ എപ്പോഴും ചിന്തിച്ചിരുന്നൊരു കാര്യമാണ്. നമുക്കൊക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേ അങ്ങനെ ഒരു വിചാരമുണ്ട് എങ്കിൽ നമുക്ക് പ്രയാസങ്ങളെ സ്വീകരിക്കാൻ എളുപ്പമാണ്. കാരണം ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ ജനിച്ചത് എൻ്റെ കഴിവ് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ അല്ലല്ലോ ഈ ജീവിതം കിട്ടിയതും. അപ്പോഴും ഇത്രയൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ ബാക്കി ദൈവം നടത്തുന്നത് പോലെ പോകട്ടെ. ഈ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകും. എന്നാൽ പിന്നെ ഈ പ്രസന്റ് മോമെന്റ് വിശുദ്ധിയിലും സ്നേഹത്തിലും നന്മയിലും ജീവിച്ചുകൂടെ? നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന അൽഫോൻസാമയെ വിവിധ കാലങ്ങൾ നാമകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങളാണ് അല്ലേ? അതെ. നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് അൽഫോൻസാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പുറത്തുള്ള ദൃശ്യങ്ങളിൽ നിന്ന് നമ്മളത് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പകർത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ഒരുപക്ഷെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. വളരെ മനോഹരമായിട്ട് നമ്മുടെ കോട്ടയം പട്ടണത്തിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടാകും നമ്മുടെ ഈ അൽഫോൻസ ജന്മഗൃഹത്തിലേക്ക്? ഒരു 7 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. കുടമാളൂർ പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം നമ്മൾ സഞ്ചരിച്ചാൽ. ഈ ഫോട്ടോ ഒന്ന് ശ്രദ്ധിക്കുമോ? കഴിഞ്ഞ വർഷം, അതായത് 2025 സെപ്റ്റംബർ 8-ാം തീയതി ഈ ഭവനം നമ്മൾ ഏറ്റെടുത്ത് ദിവ്യബലി അർപ്പിച്ച്, ആദ്യകാലത്ത് ഇവിടെ ദിവ്യബലി അർപ്പിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഭവനമാക്കി മാറ്റിയിട്ട് 50 വർഷത്തിൻ്റെ ആഘോഷത്തിന് അൽഫോൻസാമയുടെ കുടുംബാംഗങ്ങൾ വന്നവരാണ്. അത് കണ്ണൂരിൽ നിന്നൊക്കെ വന്നവരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അൽഫോൻസാമയുടെ കുടുംബത്തിൽ ഇപ്പോഴേ ജീവിച്ചിരിക്കുന്ന ആളുകളിലെ ചിലരുടെ ഒരു ഫോട്ടോയാണ് നമ്മളിപ്പോഴും കാണുന്നത്. അതായത് അൽഫോൻസാമയുടെ ചേച്ചിമാരുടെ മക്കളുടെ മക്കളാണ്. അത് ഭാഗ്യം ചെയ്ത ഒരു കുടുംബമെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റുന്നത്. നമ്മളെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ, ഈ ജന്മഗൃഹത്തിലേക്ക് തീർത്ഥാടകരായിട്ട് എല്ലാ ദിവസവും തന്നെ ആളുകൾ എത്താറുണ്ടോ? എല്ലാ ദിവസവും വരാറുണ്ട്. ഇവിടുത്തെ നമ്മുടെ ചടങ്ങുകളെ കുറിച്ചൊന്ന് പറയാമോ? എല്ലാ ദിവസവും ഉള്ള ഇവിടെ ഞങ്ങൾ ക്ലാരസഭയുടെ തന്നെ ഭവനം ചേർന്നുണ്ട്. ഞങ്ങൾ 10 സിസ്റ്റേഴ്സ് ഉണ്ട്. രാവിലെ 5:30 ആരാധന, 6 മണി വരെ. 6:10 പ്രഭാത പ്രാർത്ഥന, 6:30 ദിവ്യബലി, പിന്നെ 9:30 തൊട്ട് 12:45 1 മണി വരെ ആരാധന. അത് എല്ലാ ദിവസവും ഉണ്ട്. കാരണം തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് ഒരുപാട് ആളുകൾ വരും. അവർക്ക് പ്രാർത്ഥനാ നിയോഗങ്ങൾ സാധിക്കണം നമുക്കറിയാവുന്നത് കൊണ്ട്. പിന്നെ ഞങ്ങൾ അൽഫോൻസാമയുടെ ജന്മദിനം ഓഗസ്റ്റ് 19 അപ്പോൾ എല്ലാ മാസത്തിൻ്റെയും 19-ാം തീയതി ജാഗരണ പ്രാർത്ഥനയുണ്ട് രാത്രിയിൽ. പിന്നെ ആദ്യ വെള്ളിയാഴ്ചകളിൽ രാത്രി 7 തൊട്ട് 12 വരെ ആരാധന. അങ്ങനെ ഇവിടെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ് എപ്പോഴും ഉള്ളത്. നമ്മളെ അൽഫോൻസ ജന്മഗൃഹത്തെക്കുറിച്ച് ഒരുപക്ഷെ കൂടുതൽ പൊതുജനങ്ങൾ സഹകരിക്കുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള നിലയിൽ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു തീർത്ഥാടനത്തെക്കുറിച്ച് എനിക്കറിയാം. ആ ഒരു കാര്യം സ്ഥിരമായി നടക്കുന്നത് എപ്പോഴാണ്? എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച. ഇപ്രാവശ്യം ഈ ശനിയാഴ്ച ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. അടുത്ത ശനിയാഴ്ച 38-ാമത്തെ തീർത്ഥാടനമാണ്. 38 വർഷമായി. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വിവിധ ഫൊറോനകളിൽ ഇപ്പോൾ നമുക്കറിയാം 18 ഫൊറോനകളുണ്ട്. 18 ഫൊറോനകളിൽ നിന്നായിട്ട് ഏകദേശം ഒരു 25,000-നും 30,000-നും ഇടയിൽ ആളുകൾ ആ ഒരൊറ്റ ദിവസം ഇവിടെ കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളും ഇതിനകത്ത് സജീവമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ്. എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം വരുന്നതിൽ കൂടുതൽ ആളുകളും കുട്ടികളാണെന്നുള്ളതാണ്
ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? കുട്ടികൾ ധാരാളമുണ്ട്, മുതിർന്നവരും പഴയതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ മുതിർന്നവരും ഉണ്ട്. ഉണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ അൽഫോൻസ തീർത്ഥാടനത്തിൽ വർഷങ്ങളായിട്ട് പങ്കെടുത്തിട്ട് സന്യാസിനിയാവാനും വൈദികനാകാനും പോയ ധാരാളം പേരുണ്ട്. നമ്മുടെ ഈ ജന്മഗ്രഹത്തിലെ തീർത്ഥാടനത്തിൽ നമ്മളിപ്പോൾ ഇവിടുത്തെ നിത്യാരാധന ചാപ്പലിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ചാപ്പലിൽ നമ്മൾ പള്ളി പണിയുന്ന സമയത്ത് ഈ മുറി നിത്യാരാധന ചാപ്പലായിട്ട് മാറ്റാനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അൽഫോൻസാമ്മ കുട്ടിയായിട്ട് വീട്ടിലുണ്ടായിരിക്കുക, അതായത് അവളുടെ 17 വയസ്സ് വരെ അവൾ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ നിന്ന് വിശുദ്ധരുടെ ചരിത്രവും ബൈബിൾ കഥകളുമൊക്കെ എടുത്ത് ഇവിടെ അന്നൊരു പനയാണ് നിന്നിരുന്നത്. ആ പനയുടെ ചുവട്ടിലിരുന്ന് ഈ കഥകൾ വായിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവളുടെ പ്രാർത്ഥനയും സ്വപ്നങ്ങളും പെയ്തിറങ്ങിയ ആ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് ഈശോയുടെ ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജന്മഗ്രഹത്തിന് തൊട്ട് സമീപത്തായിട്ട് ഒരു മനോഹരമായ ചാപ്പലാണ്. ആ ചാപ്പലിൻ്റെ തൊട്ട് വശത്തായിട്ടാണ് അൽഫോൻസാമ്മ ജനിച്ചു വീണ അൽഫോൻസാമ്മയുടെ ജന്മഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ചില കൂട്ടിച്ചേർക്കലുകളോടുകൂടി സുന്ദരമാക്കിയിരിക്കുന്ന ജന്മഗ്രഹത്തിൻ്റെ പുറം വശമാണ് നാം കാണുന്നത്. ഇതിനുള്ളിലാണ് ജന്മഗ്രഹം ആ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നത്. ജന്മഗ്രഹത്തിൻ്റെ മുറ്റത്ത് കടന്നു വരുന്ന മുഴുവൻ ആളുകളെയും വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന പുഞ്ചിരി നിറഞ്ഞ മുഖഭാവത്തോടു കൂടി അൽഫോൻസാമ്മയുടെ വലിയൊരു രൂപം ഈ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ട് സുന്ദരമായി വെട്ടിയൊരുക്കിയ മനോഹരമായ ചെടികൾ അതിരിടുന്ന അൽഫോൻസ ജന്മഗ്രഹത്തിൻ്റെ മുറ്റത്തുകൂടി നാം സഞ്ചരിക്കുമ്പോൾ വലിയ ആത്മസന്തോഷവും ആനന്ദവും നമ്മുടെ മനസ്സിൽ ധാരാളമായിട്ട് ഉണ്ടാകും. അൽഫോൻസ ജന്മഗ്രഹത്തിൻ്റെ ചുറ്റുപാട് കേരളീയ വാസ്തു ശൈലിയിൽ വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട് സംരക്ഷിക്കുന്ന സുന്ദരമായൊരു കാഴ്ചയാണ്. ജന്മഗ്രഹത്തിൻ്റെ പുറത്തുള്ള മുറ്റം വളരെ സുന്ദരമായ ഒരു പൂന്തോട്ടം, ലാൻഡ്സ്കേപ്പുകളൊക്കെ സുന്ദരമാക്കി ഏറ്റവും ഭംഗിയുള്ള ഒരു പൂന്തോട്ടമായി ക്രമീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ പുറത്തുവശത്ത് ഈ പൂന്തോട്ടത്തിൻ്റെ അരികു ചേർന്ന് മനോഹരമായ ഒരു ഗ്രോട്ടോ നമുക്ക് കാണാം. വിശുദ്ധയായ അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെ സൗന്ദര്യം പോലെ തന്നെ ഈ ജന്മഗ്രഹവും ഇതിൻ്റെ പരിസരങ്ങളും വളരെ മനോഹരമായ രീതിയിൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിലെ ബഹുമാന്യരായ സിസ്റ്റേഴ്സ് പരിപാലിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്.